السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. الحمد لله. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ ആത്മസംസ്കരണത്തിന്റെ ഒരു മാസം പൂർത്തിയാക്കി ഈദുൽ ഫിത്തറിന്റെ ആഹ്ലാദത്തിലേക്ക് കടക്കുകയാണ്. IAC കുവൈത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, റയ്യാൻ 4 മത്സരത്തിൽ പങ്കെടുത്ത സഹോദരങ്ങളെ, കുവൈത്തിലെ മലയാളി പ്രവാസി സമൂഹമേ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്തറിന്റെ ആശംസകൾ നേരുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മോട് വിട പറയുമ്പോൾ വ്രതാനുഷ്ഠാനത്തിലൂടെയും മറ്റ് ആരാധനാ കർമ്മങ്ങളിലൂടെയും ഒക്കെ നമുക്ക് നാം നേടിയെടുത്ത ഈമാൻ വരും നാളുകളിൽ നമുക്ക് കരുത്തു പകരാൻ സാധിക്കുന്നതായി ആയിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. IAC കുവൈത്ത് ഈ വർഷം ആവിഷ്കരിച്ച റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ റയ്യാൻ 4 മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചത് ഖുർആൻ വിജ്ഞാനം, ഇസ്ലാമിക പാഠങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ എന്നിവ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ആവേശകരമായ പങ്കാളിത്തമാണ് ഇത്തവണ നമുക്കുണ്ടായത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വിവിധ പ്രായത്തിലുള്ളവർ റയ്യാൻ 4ന്റെ ഭാഗമായി. പ്രവാസത്തിന്റെ തിരക്കുകൾക്കിടയിലും ദീനിനെ അറിയാനും പഠിക്കാനും നിങ്ങൾ കാണിച്ച ഈ താൽപര്യം അങ്ങേയറ്റം പ്രശംസനീയമാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ മത്സരത്തിൽ വിജയികളായവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്നാൽ ഇതിൽ പങ്കെടുത്ത എല്ലാവരും യഥാർത്ഥത്തിൽ വിജയികളാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ചുള്ള വിജ്ഞാനം തേടുക എന്ന വലിയൊരു പുണ്യത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഏർപ്പെട്ടിരുന്നത്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഈ ബൃഹത്തായ പരിപാടി വിജയകരമായി പൂർത്തിയാക്കാൻ അഹോരാത്രം പരിശ്രമിച്ച IACയുടെ വിവിധ സബ് കമ്മിറ്റികളെയും വോളണ്ടിയർമാരെയും റയ്യാൻ ടീമിനെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ അധ്വാനത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഇതിനു വേണ്ടി വേദിയൊരുക്കി തന്ന, ഇതിന് സൗകര്യം ചെയ്തു തന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകരെയും മറ്റനുഭാവികളെയും എല്ലാവരെയും തന്നെ, കുവൈത്തിലെയും മറുനാട്ടിലെയും ഒക്കെ ഉള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങളെയും എല്ലാവിധ സുമനസ്സുകളെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ്. അള്ളാഹു ഇതൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് ചെറിയ പെരുന്നാളിന്റെ ആഘോഷ നിറവിലാണുള്ളത്. പെരുന്നാൾ എന്നത് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് നോമ്പിലൂടെ നാം നേടിയെടുത്ത തഖ്വ ജീവിതത്തിൽ നിലനിർത്താനുള്ള പ്രതിജ്ഞയാണ് നമ്മളിവിടെ പുതുക്കുന്നത്. വിശക്കുന്നവന്റെ വേദന അറിയാനും സഹജീവികളെ സഹായിക്കാനും റമദാൻ നമ്മളെ പഠിപ്പിച്ചു. ആ പാഠങ്ങൾ ഈ പെരുന്നാൾ ദിനത്തിലും അതിനുശേഷവും നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രവാസ ലോകത്ത് നമ്മളൊരു കുടുംബമാണ്. ജാതി മതഭേദമന്യേ എല്ലാവരുമായും സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും ഈ ആഘോഷവേളയിൽ നമ്മൾ മറക്കരുത്. റമദാൻ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. രാജ്യം നേരിട്ട ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാനും നമ്മുടെ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ടു പോകാനും നമ്മൾ പരിശ്രമിക്കുകയുണ്ടായി. ഈ പരിശ്രമം പ്രാർത്ഥനയോടുകൂടി ഇനിയുള്ള നാളുകളിലും ഉണ്ടാകണമെന്ന്, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നമ്മുടെ രാജ്യത്തിന്റെ ശരിയായ സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുവൈത്തിന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും.